നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ജോസ് കെ മാണി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറ്റെങ്ങും നിന്നല്ല, പാലയിൽ നിന്ന് തന്നെ മത്സരിക്കുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. തനിക്ക് പാലയിൽ മത്സരിക്കാനാണ് താല്പര്യമെന്ന് ജോസ് കെ മാണി ഇടതു നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. നേരത്തെ അദ്ദേഹം കടത്തുരുത്തിയിലേക്ക് മാറും, ഏറ്റുമാനൂരിലേക്ക് പോകുമെന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ പറഞ്ഞിരുന്നെങ്കിലും തനിക്ക് പാല മതി, ജയിച്ചാലും തോറ്റാലും പാലയിൽ നിന്ന് താൻ മാറുന്ന പ്രശ്നമില്ല എന്ന് ജോസ് കെ മാണി ഇടതു നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. ഇടതു നേതൃത്വം അത് സമ്മതിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന് അംഗീകാരം നൽകുകയും ചെയ്തു. അങ്ങനെ ജോസ് കെ മാണി വീണ്ടും പാലായിൽ നിന്ന് ജനവിധി തേടും. 2026 തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി തൻ്റെ പിതാവിൻ്റെ നിയോജക മണ്ഡലമായ പാലായിൽ നിന്നും, മാണി സാർ പറയുന്ന പോലെ രണ്ടാമത്തെ ഭാര്യ പാലാ നിയോജക മണ്ഡലത്തിൽ നിന്നും ജോസ് കെ മാണി വീണ്ടും ജനവിധി നേടും. ഇത്തവണ താൻ വിജയിക്കുമെന്നും മൂന്നാം പിണറായി സർക്കാർ വരുമെന്നും താൻ ആ പിണറായി സർക്കാരിൽ മന്ത്രിയായിരിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസമാണത്രേ ഇപ്പോൾ ജോസ് കെ മാണിക്കുള്ളത്. അദ്ദേഹം അത് കത്തോലിക്ക സഭയിലെ പല പിതാക്കന്മാരുമായും ആ ഒരു ആശയം പങ്കുവച്ചുവെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം ഈ എൽ ഡി എഫ് ഇടണം, CPM ആയിട്ടുള്ള ബാന്ധവം ഉപേക്ഷിക്കണമെന്നൊക്കെ കത്തോലിക്ക സഭയുടെ ബിഷപ്പുമാർ പറയുമ്പോൾ, ഇല്ല, മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരും, താൻ അതിലൊരു പ്രമുഖ വകുപ്പുമായി മന്ത്രിയായിട്ടുണ്ടാകും, അപ്പോൾ പിന്നെ ബാക്കി കാര്യങ്ങൾക്കൊക്കെ താൻ ഡീൽ ചെയ്തോളാം എന്നുള്ള രീതിയിലുള്ള സംസാരം ജോസ് കെ മാണിയുടെ ഭാഗത്തു നിന്നുണ്ടായെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും മാണി സി കാപ്പന് വരുന്ന തെരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല, ശുഭകരമല്ല. പാലയിൽ മാണി സി കാപ്പന് ജനപിന്തുണ കുറഞ്ഞു വരുന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉപതെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്ന പൊതു തെരഞ്ഞെടുപ്പിലും മാണി സി കാപ്പൻ അവിടെ നിന്ന് ജയിച്ചെങ്കിലും ഇപ്പോൾ അദ്ദേഹത്തിന് ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പോലെ ജനപിന്തുണ ഇല്ലെന്നും, എന്നാൽ ജോസ് കെ മാണിയോട് ഇപ്പോൾ ജനങ്ങൾക്ക് അല്പം സഹതാപം ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടെന്നുമാണ് കേരള കോൺഗ്രസ് നേതാക്കൾ മാത്രമല്ല കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത്. CPMന് പാലായിൽ അങ്ങനെ കാര്യമായ വോട്ടൊന്നുമില്ല, വലിയ സംവിധാനമൊന്നുമില്ല. പാലായിലെ സംവിധാനം എന്ന് പറയുന്നത് ഒന്നുകിൽ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ കേരള കോൺഗ്രസ്സിനാണ്. KM മാണി നിൽക്കുമ്പോൾ കോൺഗ്രസ്സുകാർ ബേഷായി പാലം വലിക്കാറുണ്ട്. പലപ്പോഴും മാണി സാറിൻ്റെ അവസാനത്തെ തെരഞ്ഞെടുപ്പ് 2016 തന്നെ ഏതാണ്ട് 5000 വോട്ടിനാണ് അദ്ദേഹം കടന്നുകൂടിയത്. 2011 വളരെ ചെറിയ ഭൂരിപക്ഷമായിരുന്നു അദ്ദേഹത്തിനെന്നാണ് പറയുന്നത്. അങ്ങനെ KM മാണി സാറിനെ നിഷ്പ്രയാസം നിർബാധം പാലം വലിച്ചുള്ള കോൺഗ്രസ്സുകാരാണ് പാലായിലുള്ളത്. അവർ തന്നെയാണ് ജോസ് കെ മാണിക്കും ഗംഭീരമായി പാരവയ്ക്കാറുള്ളത്. ഏതായാലും ഇത്തവണ ആ കാലമൊക്കെ കഴിഞ്ഞുവെന്നും താൻ ശക്തിയുക്തം തിരിച്ചു വരികയാണെന്നും പാലായിൽ തന്നെ മത്സരിച്ച് കരുത്ത് കാട്ടി തൻ്റെ പാർട്ടിയെ, കേരള കോൺഗ്രസ് മാണി എന്ന തൻ്റെ പാർട്ടിയെ തൻ്റെ കൈക്കൊമ്പിളിൽ അമർത്തി നിർത്താൻ കഴിയുമെന്നും അദ്ദേഹം വിചാരിക്കുന്നുണ്ട്. കാരണം ഒരു തവണ കൂടി പിണറായി വിജയന് ഭരണം ലഭിക്കുകയും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇടതുമുന്നണിയിൽ തന്നെ നിലനിൽക്കുകയും ചെയ്താൽ ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം ഭരണത്തിലിരുന്ന പാർട്ടികളിലൊന്നാവും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്. കാരണം മാണി സാർ ഏതാണ്ട് 22 കൊല്ലം മന്ത്രിയായിട്ട് തന്നെയിരുന്നു. ഇത്തവണ ഇപ്പോൾ 5 കൊല്ലം അദ്ദേഹം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് LDFിലുണ്ട്. ഇപ്പോൾ റോഷി അഗസ്റ്റിനാണ് മന്ത്രി. ഇനി അടുത്ത LDF സർക്കാർ വന്നാൽ ജോസ് കെ മാണി ആയിരിക്കും മന്ത്രി. അങ്ങനെ പാർട്ടി, ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് കേരളത്തിൽ കൂടുതൽ വേര് പിടിപ്പിക്കാൻ, അതല്ലെങ്കിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ കേരളത്തിൽ ഐഡൻറ്റിറ്റി ഉള്ളൂ, കേരള കോൺഗ്രസ്സുകളിൽ മാണി ഗ്രൂപ്പിന് മാത്രമേ ഐഡൻറ്റിറ്റി ഉള്ളൂ എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഒരുപക്ഷെ മൂന്നാം ഇടത് സർക്കാർ വന്നാൽ അത് സഹായിക്കുമെന്ന് ജോസ് കെ മാണിക്ക് നന്നായി അറിയാം. UDFിന് ഇപ്പോഴും കാര്യമായി വിജയപ്രതീക്ഷയില്ല. അവർ വിജയിക്കുമെന്ന് പറയുന്നതും ആൻറ്റി ഇൻകംബൻസി അല്ലെങ്കിൽ ഭരണവിരുദ്ധ രംഗം ഉണ്ട്, അതിനൊക്കെ ഞങ്ങൾ ഉപയോഗപ്പെടുത്തുമെന്ന് പറയുമെങ്കിലും കോൺഗ്രസ് നേതാക്കൾ പോലും ഇപ്പോഴും ഉറപ്പിച്ച് പറയുന്നില്ല തങ്ങൾ വിജയിക്കുമെന്ന് അല്ലെങ്കിൽ ഭരണം പിടിക്കുമെന്ന്. എന്നാൽ ഇടതുപക്ഷത്ത് അങ്ങനെയല്ല, CPMൽ അങ്ങനെയല്ല. പോയ ആത്മവിശ്വാസം, നിലമ്പൂർ തെരഞ്ഞെടുപ്പോടെ പോയ ആത്മവിശ്വാസം അവർക്ക് നന്നായി തിരിച്ചു കിട്ടിയിട്ടുണ്ട്. പിണറായി വിജയൻ്റെ മുഖത്തും വാക്കുകളിലും അത് ദൃശ്യമാണ്. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണി വീണ്ടും പാലായിൽ നിന്നും മത്സരിച്ച് ജനവിധി തേടുമെന്നും അദ്ദേഹം വിജയിക്കുമെന്ന് ഉറപ്പിച്ച് തന്നെയാണ് ഇത്തവണ മത്സരിക്കുന്നതെന്നും, ഈ മാണി സി കാപ്പന് പഴയതുപോലെ ജനപിന്തുണ ഇല്ലാത്തത് ജോസ് കെ മാണിയുടെ നീക്കങ്ങളെ കുറച്ചുകൂടെ ഊർജ്ജസ്വലമാക്കുന്നുണ്ട്. അടുത്ത തവണ 2026 പാലായിൽ നിന്ന് തന്നെ താൻ നിയമസഭയിൽ എത്തുമെന്ന ഉറപ്പ് ജോസ് കെ മാണി പലർക്കും നൽകി കഴിഞ്ഞു.